ഞാൻ ഈ വീഡിയോ ചെയ്യണത് ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കുക്കറിലാണ് ചോറ് വെക്കൽ, ബട്ടർ റൈസാണ് വെക്കൽ. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടി പിടിക്കില്ല, അല്ലെങ്കിൽ പശ ഉണ്ടാവില്ല കുക്കറിൽ ചോറ് വെച്ചാലെന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇവിടെ പാലക്കാടൻ മട്ട ലുലുവിൻ്റെയാണ് കേട്ടോ, ഈ കവറാണ് കേട്ടോ. ലുലുവിൻ്റെ വേറെയും മട്ട അരി ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ ഈ കവർ കാണിച്ചു തന്നെ കേട്ടോ. ഈ സെയിം മട്ട അരിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിനായിട്ടൊരു കുക്കർ എടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരി നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. 2-3 പ്രാവശ്യം ആ വെള്ളം ക്ലിയർ ആവണ വരെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോഴാണ് അരിയിലുള്ള ആ പശയൊക്കെ പോവുക കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിൻ്റെ ഒരു 3/4 ഭാഗം വരെ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിലടിക്കണം കേട്ടോ. 2 വിസിലടിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ്ട് അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ആവി പോയതിൻ്റെ ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ചോറ് വെന്ത് ആവി പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടാണ്. അപ്പോൾ ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ചോറ്. പശമില്ലാണ്ട് ഇങ്ങനെ ചോറ് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.